അഭിഷേകമുള്ള ഏലിയാവേ, താങ്കൾക്കൊരു ദൂരയാത്രയുണ്ട്. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞപ്പോൾ ഏലിയാവ് ക്ഷീണിച്ചിരിക്കുകയാണ്, ചൂരച്ചിരിയുടെ ചൂട്. പക്ഷേ ഹസായേലിനെ അരാമിന് രാജാവായിട്ടും യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ടും അഭിഷേകം ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു. അതുമാത്രമല്ല, ഏലീശയെ തനിക്ക് പകരമായി പ്രവാചകനായി അഭിഷേകം ചെയ്യണമെന്ന് ഏലിയാവിനോട് ദൈവം പറഞ്ഞു. എന്നാൽ ഏലീശയെ മാത്രം അഭിഷേകം ചെയ്തിട്ട് ബാക്കി 2 ശുശ്രൂഷകൾ ഏലീശയെ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. നമുക്കൊരു ദൂരയാത്രയുണ്ടെങ്കിൽ, എത്ര ക്ഷീണിച്ച അവസ്ഥയാണെങ്കിലും, നമ്മുടെ ഇന്നത്തെ അവസ്ഥ കണ്ടുകൊണ്ടല്ല ദൈവം നമ്മളോട് ധൈര്യപ്പെടുവാൻ പറയുന്നത്. ഹല്ലേലൂയ. പീഡത്തൊണ്ടനായിരുന്ന ഗിദെയോനോട് ദൈവം പറയുകയാണ്, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെയുണ്ട്. ദൂത് പറയുമ്പോൾ അവൻ പരാക്രമശാലിയൊന്നും അല്ലായിരുന്നെങ്കിലും ദൈവത്തിന്റെ ദൂത് കേട്ടുകൊണ്ട് അവൻ ബലപ്പെട്ട് മഹാസമുദ്രം പോലെ പരന്നു കിടന്നിരിക്കുന്ന മിദ്യാന സൈന്യത്തെ തോൽപ്പിക്കുവാൻ ഗിദെയോന്റെ മേൽ വ്യാപരിച്ച പോലെ നമുക്കൊരു ദൂരയാത്രയുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം ഒരുക്കും. ദൈവം നമ്മൾ